ഈ പ്രതിഭുവൻകോഴി എന്ന് പറയുന്ന സിനിമ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ഒരു വൺ ലൈൻ പറഞ്ഞുതരാം. മഞ്ജുവാറിന്റെ കഥാപാത്രം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തിൻ്റെ ചന്തിയിൽ ഒരു ഗുണ്ട പിടിക്കുന്നതും അവൻ ആ സ്പോട്ടിൽ വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട് പുള്ളിക്കാരത്തി, പക്ഷേ പറ്റുന്നില്ല. അവൻ ഓടി രക്ഷപ്പെടുന്നു, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് സിനിമ ത്രൂ ഔട്ട് അവൻ അന്വേഷിച്ചു പോകുന്നതാണ്. അവസരം കണ്ടെത്തുന്ന സമയത്ത് പുള്ളി തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. പിന്നീട് ഇവള് ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി, ഒരു 10ലോ +2ലോ എന്തോ പഠിക്കുന്ന പെൺകുട്ടിയാണ്, പുള്ളിക്കാരത്തിൻ്റെ ശരീരത്തോടൊപ്പം പിടിക്കുന്നു. ഒരു 40-45 വയസ്സുള്ളടത്തം പിടിക്കുന്ന സമയത്ത് അവളെ കൊണ്ട്, ഈ വിദ്യാർത്ഥിനെ കൊണ്ട് മഞ്ജുവാരെ അടിപ്പിക്കുകയും അതിനുശേഷം അവനെ വണ്ടി ചവിട്ടി പുറത്താക്കിയിട്ട് അടിച്ച് ഓടിക്കുന്ന രംഗത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബസ്സിൽ ഇതേ രീതിയിൽ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയല്ല സഹായം നേടേണ്ടത്. ഒരു ചുക്കും നടക്കില്ല. തൊട്ടടുത്തുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കുന്നത്, പിന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങാണ്ട് കിടക്കുന്ന ആൾക്കാർ. പിന്നെ നീതി തേടി പോയാലും കാര്യമില്ല. നിങ്ങൾ സ്പോട്ടിലടിക്കുക. നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ, ധൈര്യമുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിലടിക്കുക. എനിക്ക് തോന്നുന്നു 1-2 ആളുകളെങ്കിലും നിങ്ങളെ ആ സമയത്ത് സഹായിക്കും. ആ സമയത്ത് ഈ തൊട്ടവൻ ഒന്ന് ഭയക്കും, ചെറിയ രീതിയിൽ ഒന്ന് ഭയക്കും. ആ ഒരു ഭയമാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതല്ല നിയമപരമായിട്ട് ഒരു കാര്യത്തിലും നമുക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് സഹായം തേടില്ല. അപ്പോൾ ആ സമയത്തുള്ള ഒരു അടി, ആ അടി കൃത്യമായിട്ട് കൊടുത്താൽ ആ പറയുന്ന ആള് ഒന്ന് ഭയക്കും. മനസ്സിലായോ? അപ്പോൾ ഇതേപോലത്തെ രീതിയിലുള്ള മിസ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾ ജെന്യുവിനായിട്ടുള്ള കേസാണെങ്കിൽ പോലും എത്തിക്കുന്ന സമയത്ത് അത് കുറച്ച് ദിവസം സംസാരിക്കുന്നു, പോകുന്നു. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മുതലെടുത്ത്, ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മുതലെടുത്തിട്ടാണ് ഇതേപോലത്തെ ഇപ്പോൾ സംഭവിച്ച ദീപകിൻ്റെ മരണം സംഭവിച്ച പോലത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, സ്പോട്ടിൽ കൊടുക്കുക. മനസ്സിലായോ? സ്പോട്ടിൽ കൊടുത്തിട്ട് വരുന്ന വഴിക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ കേസോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ സ്പോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഭയക്കും ഇങ്ങനത്തെ തോന്നിയ ദിവസങ്ങൾ കാണിക്കുന്ന ആൾക്കാർ. ഓക്കെ.